കേരള കത്തോലിക്ക സഭയിൽ സമൂഹ നന്മയ്ക്കു വേണ്ടി നിശബ്ദമായ സേവനം ജീവിത ലക്ഷ്യമാക്കിയ ഒരു വൈദികൻ. ക്രിസ്തുവിൻ്റെ ആ മഹാസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു പുരോഹിതൻ, ഫാദർ റോയ് മാത്യു വടക്കേൽ. റോയ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 11ഓളം ശുശ്രൂഷാ മണ്ഡലങ്ങളിലെ പ്രഥമ സംരംഭമായ നല്ല സമരായൻ ആശ്രമം മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഇവിടെയുള്ള ഇവരെ അച്ഛൻ കഴിവതും സന്ദർശനം നടത്തുന്നു. ഇവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരിയിൽ ഉറുക്കാണോ കളഞ്ഞിട്ട് കേട്ടോ? കരിയിലെ കളഞ്ഞിട്ട് പോരെ? നാട് കൊണ്ടേ കളഞ്ഞിട്ട് പോരെ? ആരോടാ? മനോരെ വിളിക്കാം, മനോരെ വിളിക്കാം. ഡാഡി മെരിച്ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞോ? ഇല്ല തീർന്നില്ല, ഇനിയുണ്ട് പരിപാടികൾ. കാപ്പി കുടിച്ചു, കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചു. ആ ഇതെന്താ മറിയക്കുട്ടി? മൈക്ക് മൈക്ക് പറിച്ചെടുക്കല്ലേ? പയ്യെ 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 കൊടുത്ത എല്ലാവർക്കും തരും, എല്ലാവർക്കും തരും. ആ ഒരെണ്ണം നീ ഇവളുടെ കൊടുക്കുക. സിസ്റ്റർ എന്ത് ചെയ്യാ? ഒന്നരാമയെ വിളിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദനയാണ്. നല്ല സമ്പ്രദായനാശ്രമത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് സിസ്റ്ററാണ്. വർഷങ്ങളായി ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ആദ്യ നാളിൽ കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും അധ്യാപനം ആകുന്ന നേരത്തെ ചെയ്തിരുന്ന സേവന മേഖലയിലേക്ക് പോയിട്ട് ഈ ഒരു ശുശ്രൂഷയോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ പ്രൊവിൻഷ്യലിനോട് സംസാരിച്ച് വീണ്ടും ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉള്ള ശുശ്രൂഷ മറ്റ് പല സ്ഥലങ്ങളിലെ ശുശ്രൂഷകളേക്കാൾ വളരെ ക്ലേശകരമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇത്രയും നൂറിലധികം സഹോദരിമാർ ഇവിടെയുണ്ട്. ഇവർക്ക് രാത്രിയും പകലും എന്നെ ശുശ്രൂഷ നൽകേണ്ട സാഹചര്യമുണ്ട്. രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരാം, രാത്രിയിൽ ചിലപ്പോൾ പലർക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ശാരീരികമായും മാനസികമായും അതർവൈസുമുള്ള എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്ന ആളാണ്. അപ്പോൾ സിസ്റ്ററെ, നിങ്ങളുടെ മുമ്പിൽ ഒരു സന്യാസിനി എന്ന നിലയിൽ ഈ ഭവനത്തിന് ശുശ്രൂഷ നൽകുന്ന ആളെ പരിചയപ്പെടുത്തുന്നതിലേറെ സന്തോഷമാണുള്ളത്. സിസ്റ്ററെ, ഈ നല്ല സമ്പ്രദായ ആശ്രമത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സഭയുടെ ഒരു ശുശ്രൂഷ എന്ന നിലയിൽ ഒരു സന്യാസിനി എങ്ങനെയാണ് സഭയിൽ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നുള്ളൊരു മാതൃക എന്ന് നിൽക്കുന്ന സിസ്റ്ററെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനുള്ള സന്തോഷമാണ് എനിക്ക്. നമ്മൾ നല്ലൊരു കയ്യടിയോടുകൂടി സിസ്റ്ററെ നമുക്ക് ഓർക്കാം, നന്ദി പറയാം. കൊടുത്തു ബഹളമൊന്നും വെക്കാതെ ഓരോന്നും കൊടുത്തു. സിസ്റ്റർ രണ്ട് വാക്ക് ഒന്ന് സംസാരിക്കുകയും ചെയ്യും. ഈ ഭവനത്തിൽ ഇവരോടൊപ്പം ആയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ദൃഷ്ടിപഥത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സ്വജീവിത സാക്ഷ്യത്തിലൂടെ ക്രിസ്തുവിനെ സമൂഹത്തിൽ സഭയിൽ സന്നിഹിതമാക്കുകയാണ് സന്യാസ ജീവിതത്തിൻ്റെ പ്രഥമ ദൗത്യമെന്ന്. അപ്പം ഈശോയുടെ സാന്നിധ്യം ഇന്ന് ഈ സമൂഹത്തിൽ ഈശോയുടെ സ്നേഹവും കാരുണ്യവും ആർദ്രതയും ക്ഷമയും ഇന്ന് ഇവരുടെ ഇടയിൽ സന്നിഹിതമാക്കുക വഴി ഈശോയെ സന്നിഹിതമാക്കുവാനുള്ള ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. പിന്നെ ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ
വിശുദ്ധ ചാവറ പിതാവ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യസം അഗതികളുടെ സംരക്ഷണവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സമുദ്ധാരണവുമാണ്. അപ്പം വിശുദ്ധ ചാവറ പിതാവിൻ്റെ അതേ ചൈതന്യം സ്വന്തമാക്കി ആയിരിക്കുന്ന CMC സന്യാസിനി സമൂഹത്തിൽ അംഗമായിരുന്നുകൊണ്ട് ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജീവിത മാതൃക പിന്തുടരാൻ അല്പമെങ്കിലും സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ വലിയ ആദർശത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രൊവിൻഷ്യലായിരുന്ന ബഹുമാനപ്പെട്ട ബെൻസിറ്റാമ്മ ഈ ഭവനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത്രയും കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും പിൻബലവും ഒക്കെ നൽകിയത്. അമ്മ നൽകിയ പ്രോത്സാഹനവും പിൻബലവും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അധികാരികളും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും ഇവിടെ തുടർന്നും ശുശ്രൂഷ ചെയ്യുവാനും ഇവരോടൊപ്പം ആയിരിക്കുവാനും ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും അതുവഴി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ജീവിക്കുവാനും സാധിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അന്നക്കുട്ടി ഇപ്പം എന്ത് ചെയ്യുന്നു? അന്നക്കുട്ടി ഇപ്പം വളരെ മെച്ചപ്പെട്ടു. ആ സ്വരം കേൾപ്പിക്കുന്നതൊക്കെ നിന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ആരെങ്കിലും വരുമ്പം അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ പാടില്ലെങ്കിലും അവളുടെ പ്രകടനം കൊണ്ട് ആംഗ്യം കൊണ്ട് അവരോടുള്ള സ്നേഹം പ്രകടമാക്കുകയൊക്കെ ചെയ്യും. മറിയക്കുട്ടിയോ? മറിയക്കുട്ടിക്ക് നാണമൊന്നുമില്ല. ഇപ്പം ആനിവേഴ്സറിക്കുള്ള കളിപടുത്തവും ആക്ഷൻ സോങ്ങും അത് ചുമ്മാ പറയുന്ന തമാശ. ഉണ്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. റോസ്ലിൻ സിസ്റ്റർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിസ്റ്ററാണ്. സിസ്റ്റർ 30 വർഷത്തിലധികം പ്രത്യേകിച്ച് വിദേശത്ത് ജർമ്മനിയിൽ ഇങ്ങനെ ഉള്ള മറ്റൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. തുടർന്ന് നാട്ടിൽ വന്നപ്പോൾ മറ്റെല്ലാ ഇതര പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് ഇവിടെയുള്ള ശുശ്രൂഷയാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് കുറേ വർഷങ്ങളായി ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മറ്റ് പല സ്ഥലങ്ങളേക്കാൾ വളരെ കാഠിന്യമുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സേവനമാണ് ഇവിടെ ഉള്ളതെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും പ്രത്യേകിച്ച് അമ്മയ്ക്ക് കൃഷിയും പൂന്തോട്ടമൊക്കെ വളരെ താല്പര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിച്ച് ഇവിടെ വളരെ മാതൃകാപരമായ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. സിസ്റ്ററെ നമുക്കൊരു നല്ല കയ്യടി സിസ്റ്ററും കൊടുക്കാം. കാഞ്ഞിരപ്പള്ളി രൂപത 1998 നല്ല സമരായൻ എന്ന ഈ പുനരധിവാസ കേന്ദ്രം റോയി അച്ഛൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ബഹുമാനപ്പെട്ട റോയ് മാത്യു വടക്കേലച്ചൻ തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളും ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അച്ഛൻ വിവിധ മേഖലകളിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലും കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലും ജീവകാരുണ്യ മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാൻ എന്ന നിലയിലും KCBC പ്രത്യേകം നിയോഗിച്ച കെയർ ഹോംസിൻ്റെയും സ്പെഷ്യൽ സ്കൂളുകളുടെയും ഡയറക്ടർ എന്ന നിലയിലും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ പൊതു ഡയറക്ടർ എന്ന നിലയിലുമുള്ള സ്തുത്യർഹമായ ശുശ്രൂഷകൾ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കുകയും അച്ഛനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഇതുപോലെയുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്നതിൻ്റെ പിന്നിൽ വലിയൊരു ചൈതന്യം അച്ഛനെ നയിച്ചിരുന്നു. കാലങ്ങളിൽ തന്നെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ ജൂനിയറായിട്ട് അദ്ദേഹം സെമിനാരിയിൽ വടവാതൂർ സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ പരിശീലനം നേടിയിരുന്ന കാലഘട്ടത്തിൽ ജീസസ് ഫ്രറ്റേണിറ്റി എന്ന തടവറ പ്രേക്ഷിത മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന വ്യക്തിയാണ്. യേശു സാഹോദര്യത്തിൻ്റെ തടവറ പ്രേക്ഷിത ശുശ്രൂഷയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ അന്ന് ആ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന എൻ്റെ അനുഭവങ്ങളോട് ചേർന്ന് എനിക്ക് റോയി അച്ഛനെയും കാണാൻ പറ്റുന്നുണ്ട്. അച്ഛന് ഈ ശുശ്രൂഷ മേഖലകളിൽ വളരെ സജീവ സാന്നിധ്യമായിട്ട് സെമിനാരി പരിശീലന കാലഘട്ടങ്ങളിൽ കടന്നു വന്നു. തടവറയിൽ അടയ്ക്കപ്പെട്ടവരും മനുഷ്യരാണെന്നുള്ള ചിന്ത, തടവറയിൽ ആരെങ്കിലും അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മാത്രമല്ല ഉത്തരവാദികൾ, സമൂഹം അതിൻ്റെ പിറകിൽ ഉണ്ടെന്നുള്ള വലിയ ഒരു അവബോധം, തകർന്ന കുടുംബങ്ങൾ, മദ്യം മൂലം നാമാവിശേഷമായ ജീവിത സാഹചര്യങ്ങൾ, അവഗണിക്കപ്പെട്ടവർ,
അവരൊക്കെ തന്നെ പലപ്പോഴും തടവറയിൽ എത്തിച്ചേർന്നുള്ള ചിന്ത ഞങ്ങളെയൊക്കെ അന്ന് സ്വാധീനിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്ന് മാത്രമല്ല, വിവിധങ്ങളായ ജീവകാരുണ്യ മേഖലകളെക്കുറിച്ചുള്ള വലിയൊരു ആഴമായ ദർശനം അച്ഛനെ അന്ന് നയിച്ചിരുന്നു. അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള തീക്ഷ്ണമായ ഒരു തീരുമാനം സെമിനാരി കാലത്ത് തന്നെ അച്ഛൻ എടുത്തിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുമിച്ച് തടവറകൾ സന്ദർശിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ വലിയ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങളുടെയൊക്കെ ഒരു അനുഭവമായിരുന്നു അത്. പ്രാർത്ഥിച്ച് ഉപവസിച്ച് വലിയ ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി സ്വന്തം സഹോദരങ്ങളെ കാണാനെന്ന വിധമാണ് ഞങ്ങളൊക്കെ അന്ന് തടവറ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവച്ചത്, അവരെ ശ്രവിച്ചത്, പിന്നീട് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകാനൊക്കെ തയ്യാറായത്. ഇത് തടവറ ശുശ്രൂഷയുടെ കാര്യത്തിൽ മാത്രമല്ല, വിവിധങ്ങളായ ചേരികളിലെ ശുശ്രൂഷകൾ, അങ്ങനെയുള്ള അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സമസ്ത മേഖലകളിലേക്കും റോയിയച്ചൻ ഒരു ഷമ്മാശൻ എന്ന നിലയിൽ ഇറങ്ങി വന്നതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ കാണുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം വൈദികനായ ആ കാലഘട്ടത്തിൽ കത്തീഡ്രൽ പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന കാലം തടവറ ശുശ്രൂഷയിൽ അന്ന് പ്രവർത്തിച്ചിരുന്നതിൻ്റെ ആ തീക്ഷ്ണമായ ചൈതന്യം അദ്ദേഹത്തെ നയിച്ചിരുന്നു. പ്രാർത്ഥനയിലുള്ള വലിയ ആശ്രയം, അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുവാൻ ഈശോയോട് ചേർന്നുകൊണ്ട് ചുവടുകൾ വയ്ക്കാനുള്ള വലിയൊരു സമർപ്പണം, ഇടവകയിലെ പാവപ്പെട്ടവരോടുള്ള വലിയ സ്നേഹം, അങ്ങനെയുള്ള അച്ഛൻ്റെ പ്രത്യേകമായ വേറിട്ട പ്രവർത്തന ശൈലികൾ ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ രൂപത വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ഇടവകക്കാർക്ക് തന്നെ അച്ഛനെക്കുറിച്ച് വലിയ സ്നേഹവും അഭിമാനവുമായിരുന്നു. ആ നാളുകളിലാണ് മാനസിക രോഗികളായ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല സമറായൻ ആശ്രമത്തിന് തുടക്കം കുറിക്കുന്നത്. മാനസികമായിട്ട് തകർന്നവരും തളർന്നവരുമായി തെരുവിൽ അലയുന്ന മക്കൾ, നിരാധാരരായിട്ട് മഴ പെയ്യുമ്പോൾ മരച്ചുവട്ടിലേക്കൊന്നും മാറി നിൽക്കാൻ പോലും സാധിക്കുന്ന മാനസികാവസ്ഥ ഇല്ലാത്ത തകർന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ചിന്ത അച്ഛനെ വളരെയധികം സ്വാധീനിച്ചു. അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വലിയ അവബോധം അത് അച്ഛനെ നയിച്ചു. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ ആ വാക്കുകളുടെ അർത്ഥം, മർദ്ദിതർക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കർത്താവിൻ്റെ ദൗത്യം, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വന്ന ഈശോയുടെ ആ മുഖം, ആ ഭാവം, അതെല്ലാം അച്ഛനെ തീർച്ചയായിട്ടും ഏറെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രൂപതയുമായിട്ടൊക്കെ ആലോചിച്ച് പിതാവിൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും അങ്ങനെ നല്ല സമറായൻ ആശ്രമം ആരംഭിച്ചത് ഒരു തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അച്ഛൻ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ വ്യാപൃതനായി. തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ ഈ മേഖലയിൽ അച്ഛൻ വളരെ സജീവമായൊരു സാന്നിധ്യമായിരുന്നു. മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻ്ററുകൾ, തുടർന്ന് വിവിധങ്ങളായ ആശ്രമങ്ങൾ, അങ്ങനെയുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായി. ഇന്ന് രൂപതയിലുള്ള ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ ഒക്കെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റോയ് മാത്യു വടക്കേലച്ചൻ. കാഞ്ഞിരപ്പള്ളി രൂപത നേരിട്ട് നടത്തുന്ന 11 സ്ഥാപനങ്ങളിലും അച്ഛൻ നേതൃത്വം കൊടുക്കുന്നു. അതുമാത്രമല്ല, കാഞ്ഞിരപ്പള്ളി രൂപതയിലാണ് ജീവകാരുണ്യ സ്ഥാപനങ്ങളെ വളരെ കാര്യക്ഷമമായിട്ട് നയിക്കുന്നതിന് വേണ്ടി അതിനായിട്ട് തന്നെ ഒരു ഡയറക്ടറെ നിയോഗിക്കുന്നത്. അത് അഭിമന്യ അറക്കൽ പിതാവ് റോയിച്ചനെ തന്നെയാണ് ഏറ്റവും അനുയോജ്യനാണെന്ന് കണ്ടെത്തി നിയോഗിച്ചത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം രൂപതയോട് ചേർന്ന്, സഭയോട് ചേർന്നുള്ള പ്രവർത്തന ശൈലിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പിന്നിലെ രഹസ്യം. തന്നിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തു പോവുക, പേരിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്നൊരു ശൈലിയല്ല റോയിച്ചൻ്റെത് ഞാൻ എപ്പോഴും അറിഞ്ഞിട്ടുള്ളത്. അച്ഛന് രൂപതയോടും സഭയോടും ചേർന്നുകൊണ്ട് ഉദ്ധിതനായ മെശിഹായെ, മുറിവേറ്റവനായ മെശിഹായെ വേദനിക്കുന്നവരിൽ കണ്ട് സഭയുടെ ആ ഒരു കാരുണ്യമുഖം പ്രശോഭിതമാക്കാൻ പാകത്തിൽ തൻ്റെ ശുശ്രൂഷകളെ ചിട്ടപ്പെടുത്താനും നയിക്കാനും ക്രോഡീകരിക്കാനും എല്ലാം സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ, അഭിമാനകരമായ ഒരു കാര്യമാണ്. ദേവി എന്തിയാ? ദേവി വന്ന് ഇന്ന് മഴ ഇല്ലാതെ പോയല്ലോ. 10 ദിവസത്തേക്ക് മഴയില്ലേ? ഇനി ഡാമൊക്കെ തുറക്കാവോ അതോ അടയ്ക്കണോ? കടലാസ് കിട്ടിക്കഴിഞ്ഞ് അടച്ചാൽ മതി അല്ലേ? ഇത് ദേവിയാണ് മഴയും വെയിലും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദേവി പറഞ്ഞാൽ മഴ വരും, ദേവി പറഞ്ഞാൽ വെയിൽ വരും. ആ ഇതാരാ? കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഓണത്തിന് പായസം ഉണ്ടാക്കണം, പപ്പടം ഉണ്ടാക്കണം,
ഉപ്പേരി ഉണ്ടാക്കണം, ചക്കവഴുത്ത് ഉണ്ടാക്കണം, ഊഞ്ഞാലാടണം, എല്ലാം ചെയ്യാം. നീ കൊച്ചൊന്നും അല്ലേ, ഇപ്പം വലിയ ചേച്ചിയായി. ഓണപ്പുടവ ഒക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇതാണ് മരിയക്കൊച്ച്. മരിയ എന്നുള്ള മരിയക്കൊച്ചാണിത്. അവള് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇച്ചിരി കൊഞ്ചക്കം കൂടുതലുണ്ട് എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു നാണമുണ്ട്. മുഖം മറിച്ച് കഴിഞ്ഞാൽ ഇവർ കാണുന്നിങ്ങനെ മുഖം പൊക്കി പിടിച്ച്. അതുകൊണ്ട് ഇവളെ ചെറുപ്പത്തിൽ വളർന്ന വീട്ടിൽ പോകണം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൊഞ്ചക്കം ഉണ്ട്. സ്നേഹം കൂടുമ്പോൾ ഇടിക്കണമെന്ന് തോന്നും ഇല്ലേ? ഇപ്പം അതെല്ലാം മാറി, ഇപ്പം നല്ല മിടുക്കിയായി. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ നോക്കിക്കുക, മുഖത്ത് നോക്കിക്കുക. ദീദി എന്തിയാ? ദീദി വന്നേ. ദീദി ഏത് സൈഡിൽ നിന്ന്? ദീദിയെ നമുക്ക് ഭവനത്തിൽ ലഭിച്ചിട്ട് കുറേ വർഷങ്ങളായി എങ്കിലും ഏത് ലാംഗ്വേജ് ആണ് എന്ന് ഇതുവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ദീദി എന്ന് ഞങ്ങളെ വിളിക്കുന്നു. TK എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ മൂളുകയും തലയാട്ടുകയും ചെയ്യും. അതിൽ കൂടുതൽ എനിക്കും പറയാൻ അറിയത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നടത്തുക. ഇവർ രണ്ടുപേരും ഇരട്ട സഹോദരിമാരെന്നാണ് നമ്മൾ കരുതുക. തമിഴ്നാട് കമ്പം സ്വദേശികളാണ്. നമുക്ക് അവിടെ നമ്മുടെ ഏതാനും സുഹൃത്തുക്കളുണ്ട്. അവർ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് അവരെ രണ്ടുപേരെയും ഇവിടെ എത്തിച്ചതാണ്. അന്യ സംസ്ഥാനത്തു നിന്നുള്ള അനേകർ നമുക്ക് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും മുൻകുന്നത്ത് നിന്ന് പോലീസ് ഒരാളെ കൊണ്ടുവന്നിരുന്നു. ചേച്ചിക്ക് കുറേ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. മൂലമറ്റ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഇനി പണികളില്ലേ? പണി ചെയ്യുന്നവരെ പണിയാൻ പോവുക, അല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ വിട്ടു. പിന്നെ ആശ സംസാരിക്കില്ല. കേൾവിക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ആശയെ ഞങ്ങൾ ആക്ഷനിലൂടെയാണ് പരിചയപ്പെടുന്നത്. കുളിച്ചു സുഖമാണ്. അനുകട്ടെ വാ. അനുകട്ടെ അവർക്ക് ടാറ്റ കൊടുത്തിട്ട് പോക്കും. അവിടെ എല്ലാവർക്കും ടാറ്റ കൊടുക്കും. പ്രാർത്ഥനയും സ്നേഹവാത്സല്യത്തോടെയുള്ള പെരുമാറ്റവും ഇവരുടെ മനസ്സുകൾക്ക് അവിശ്വസനീയമാം വിധം സൗഖ്യം പ്രദാനം ചെയ്യുന്നതായുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ നിരവധിയാണ്. സന്യാസ ജീവിതത്തിൽ തൻ്റെ ഉൾവിളി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഒരു സന്യാസിനിക്ക് ഏറെ പ്രേരണയും പ്രചോദനവും മാതൃകയും ആകത്തക്കവണ്ണം ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലുള്ള നല്ല സമറായൻ ആശ്രമം 20 വർഷം പിന്നിടുമ്പോൾ ഇത് ഇന്ന് എന്തായിരിക്കുന്നുവോ അതിനുള്ള ഒരു ശില്പി എന്ന നിലയിൽ നിലകൊണ്ടയാളാണ് ഞങ്ങളൊക്കെ മാത്യൂസമ്മ എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ മാത്യൂസ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേക്കുറിച്ചുള്ള ചിന്ത ആരംഭിച്ചപ്പോൾ മുതൽ പ്രാർത്ഥിച്ചും വിവിധ ഇങ്ങനെയുള്ള ശുശ്രൂഷ ഭവനങ്ങൾ സന്ദർശിച്ച് എങ്ങനെ ഇത് ദൈവത്തിൻ്റെ മക്കൾക്ക് ഇടം കൊടുക്കുന്ന ഒരു ഭവനമാക്കാമെന്ന് ഏറെ ആഗ്രഹപൂർവം തീരുമാനങ്ങളെടുത്ത് പരിശീലനം നേടി ഇവിടെ വന്ന് ഈ ഭവനത്തെ നട്ട് വളർത്തി വെള്ളമൊഴിച്ച് അതിൻ്റെ യൗവനത്തിലൂടെ വളർത്തിയെടുത്ത ആൾ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെയും ഒരു മാതൃഭവനം എന്ന നിലയിലാണ് നല്ല സമറായനെ ഞാൻ കാണുക. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കയറി വരുന്നവരൊക്കെയും ഈ സ്ഥാപനത്തിൻ്റെ പരിസരവും ഇതിൻ്റെ ഉള്ളിലെ വൃത്തിയും ഒക്കെ എടുത്തു പറയുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മാതാപിതാക്കളൊക്കെ പണ്ട് ഭവനങ്ങളിൽ പറയുമായിരുന്നു ഒരു പറ്റ് ചോറ് പോലും വേസ്റ്റ് ആക്കരുതെന്ന്. മാത്യൂസമ്മ ഈ ഒരു ശൈലിക്ക് ഏറെ ശ്രദ്ധ കൊടുത്തിരുന്നു. ആര് എന്ത് ഭക്ഷണം ഇവിടെ തന്നാലും അത് ഒരു
പിടി പോലും അല്ലെങ്കിൽ ഒരു മണി പോലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചതിൻ്റെ ഫലമെന്ന നിലയിൽ 20 വർഷം കഴിയുമ്പോഴും ഇതുവരെ ഈ ഭവനത്തിൽ അരി വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല, തേങ്ങ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഈ ഭവനം എത്ര സമൃദ്ധിയിൽ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം മാത്യുസമ്മയുടെ ഉൾവിളിയുടെ മഹത്വം വേണ്ടവണ്ണം ഒരു ശുശ്രൂഷയുടെ അമ്മ, മാതാവ് എന്ന നിലയിൽ നിർവഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ മാത്യുസമ്മയെ ഞാൻ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ഏതൊരു സന്യാസിനിക്കും എങ്ങനെ തങ്ങൾക്കുള്ള വിളി വേണ്ടവണ്ണം തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് ഗുണകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരമ്മയായി സന്യാസത്തെ കാണുവാൻ സാധിക്കും എന്നതിനുള്ള ഒരു ഉത്തമ മകുട ഉദാഹരണം എന്ന നിലയിലാണ് പ്രിയപ്പെട്ട മാത്യുസമ്മയെ ഞാൻ പ്രത്യേകമായി തൻ്റെ ഈ ശുശ്രൂഷ കടന്നു വരുവാനും ഇതിലൂടെ സഭയ്ക്ക് കൊടുക്കുവാനും സാധിച്ച തൻ്റെ ദൈവവിളിയുടെ, തൻ്റെ ഉൾവിളിയുടെ പൊരുൾ ഒന്ന് പറയുവാനായിട്ട് ക്ഷണിക്കുക. 1964 കർമ്മൽ സഭയിലെ ഒരംഗമായി ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ച് ശുശ്രൂഷ ആരംഭിച്ചു. പഠനങ്ങൾക്ക് ശേഷം പിരമിഡ് മഠത്തിലെ മതസുപ്പീറായി തീർന്നപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനായ മാത്യു അറയ്ക്കൽ പിതാവിൻ്റെ കൂട്ടത്തിലായിരുന്നു ശുശ്രൂഷ തുടങ്ങിയത്. പിതാവിനൊരു വലിയ ആഗ്രഹമാണ് ഈ പാവങ്ങളെ എല്ലാം ഒന്ന് സഹായിക്കണം. അപ്പം നമ്മുടെ ചുറ്റുപാടും 2-3 കോളനികളുണ്ട്. എല്ലാ മാസത്തിലും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊടുക്കുക എന്നുള്ളതൊരു വലിയ കടമയായിട്ട് പിതാവ് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളും ആ കൂട്ടത്തിൽ സഹകരിച്ചു. പിതാവിൻ്റെ ആത്മാർത്ഥതയും ആ പാവങ്ങളോടുള്ള പിതാവിൻ്റെ ആ പ്രതിബദ്ധതയും അവർക്ക് വിളമ്പിക്കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്തോഷത്തോടുള്ള പോകർക്കും എൻ്റെ ഒരു വലിയ ഉൾവിളിയായിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ നമ്മുടെ ഈ ഉടുപ്പിട്ടിട്ട് ഒരു കാര്യവുമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ MDS എന്ന സ്ഥലത്ത് പാവങ്ങൾക്ക് വേണ്ടിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. വടക്കേമുറിച്ചനായിരുന്നു അതിൻ്റെ ആൾ. അപ്പോൾ അങ്ങോട്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ വന്നപ്പോഴും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരച്ഛൻ അവിടെ വന്നു. 3 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. എൻ്റെ ഉൾവിളിക്ക് ശക്തി കൂടുതലല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. അതിനുശേഷം ദൈവം എന്നെ അയച്ചത് ഒരു കടുത്തുരുത്തിയിലുള്ള ഒരു SVD ഹൗസിൽ ധ്യാനത്തിന് അച്ഛനെ സഹായിക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഈ പ്രാർത്ഥിക്കാനും കൈകൊട്ടാനും ഹല്ലേലൂയ പാടാനും വളരെ എളുപ്പമാണ്, പക്ഷെ പാവങ്ങളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് തൊട്ട് കാര്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ ബെൻസിറ്റ ഞങ്ങളുടെ പ്രൊവിൻഷ്യലായി മാറി. നമ്മുടെ റോയച്ചൻ കാഞ്ഞിരപ്പള്ളി കത്തീന്ദ്രപ്പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് വന്നപ്പം അമ്മയോട് പറഞ്ഞു, എനിക്കൊരു സിസ്റ്ററിനെ തരാമോ? അപ്പം അമ്മ പറഞ്ഞു, ഒരു സിസ്റ്റർ അല്ലല്ലോ വേണ്ടത് അച്ഛാ, 3 പേരെ തരാം, ഒരാളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, വെട്ടുകാട്ടൊരു ശുശ്രൂഷാ ഭവനം നടത്തുന്നത് എങ്ങനെയാണെന്ന് ഒരു ട്രെയിനിങ് നടത്തുന്നുണ്ട്. അത് ഇന്നത്തെ പുളിക്കപ്പിതാവാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ തമ്പുരാന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു വലിയ ദാഹം, അത് എവിടെ വെച്ചെന്ന് അവസാനിക്കും എന്നുള്ള എനിക്ക് തന്നെ പറയാൻ ഇപ്പോഴും അറിയത്തില്ല. ഏതായാലും ബെൻസിറ്റാമ്മയെ ചോദിച്ച് നല്ല മനസ്സോടെ സമ്മതിച്ചു. അമ്മ ഞാൻ പോകാമെന്ന് പറഞ്ഞ് കൈപൊക്കി. അമ്മ പറഞ്ഞു, റോയിച്ചൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്കെന്നാൽ അത് ഏറ്റെടുക്കാം. അപ്പോൾ എൻ്റെ കൂടെ വിടാൻ അമ്മ 2 സിസ്റ്റേഴ്സിനെ കൂടെ തയ്യാറാക്കി നിർത്തി. ഞങ്ങൾ 3 പേരാണ് ഇതിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റോയിച്ചന് ഞങ്ങൾക്കൊരു അപ്പനായിരുന്നു, ഒരു സഹോദരനായിരുന്നു. അതിലുപരി പാവങ്ങളെന്ന് വെച്ചാൽ ഭക്ഷണമില്ല, ഉറക്കമില്ല, അങ്ങനെ നടക്കുന്ന ഒരു വൈദികൻ, ഒരു കൊച്ചു അച്ഛൻ. ഇതിവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത് തന്നെയാണ് എൻ്റെ തമ്പുരാൻ്റെ വിളി. ഞങ്ങൾ 3 പേരിവിടെ വന്നു ശുശ്രൂഷ ആരംഭിച്ചു. അച്ഛൻ ഞങ്ങളുടെ ആദ്യത്തെ അത്താഴം കൊണ്ട സമയത്ത് പറഞ്ഞ വാക്കാണ്, അപ്പനും അമ്മയും സഹോദരങ്ങളും ചേട്ടനും ചേട്ടത്തിയും ആരുമില്ലാത്ത
മക്കളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കിത് സ്വന്തം വീടായിട്ട് തോന്നണം. അങ്ങനെ ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിക്കാൻ വരുമ്പം ഞങ്ങൾക്ക് പറ്റുന്ന ഒരു ഉപദേശവുമായിട്ടാണ് റോയിച്ചൻ ഞങ്ങളെ സമീപിച്ചിരുന്നത്. ഒരു നല്ല അപ്പൻ്റെ സ്വഭാവം, ഒരു നല്ല സഹോദരൻ്റെ സ്വഭാവം. അച്ഛനോടൊപ്പം ഞങ്ങളും അധ്വാനിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങനെ അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ നമുക്ക് ഈ ഒരു കെട്ടിടത്തിൻ്റെ സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന 10 മണിയാകുമ്പോൾ ഞങ്ങൾ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. മക്കളെല്ലാവരും വരും, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരും. അവർ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം ഈശോയെ എന്ന് പറയും. ഞാൻ ഇന്നും അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയാണ് മക്കളെ, ഇതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്നെ ഒത്തിരി സ്പർശിച്ചത് റോയച്ചൻ്റെ ആ ജീവിതമാണ്. ഒരു ആർഭാടവും ഇല്ലാതെ അച്ഛനൊരു മുറി അവിടെ ചെറിയ മുറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കിടക്കാനായിട്ടൊരു കട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ടു. അതിന് സത്യം പറഞ്ഞാൽ അതിന് ഒരു അഴി പോലും ഇല്ല. പിച്ച നല്ലൊരു കട്ടിൽ, അത് കിട്ടിയതും ആരാണ്ട് ദാനം തന്നതാണ്. അച്ഛന് കിടക്കാൻ നല്ല കട്ടിലോ, ഇത് ഇവിടുന്ന് മാറ്റിക്കോ, എനിക്കിത് വേണ്ട, പിള്ളേർക്ക് കൊടുക്കുന്ന കട്ടിൽ മതി എനിക്കെന്ന്. ഇങ്ങനെ ഓരോ സംസാരത്തിലും തൻ്റെ മക്കൾ തനിക്ക് സ്വന്തമായിട്ടുണ്ടായ മക്കളെക്കായാലും കാര്യമായിട്ട് കരുതിയ കുറേ മക്കളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വളർത്താനും ഞങ്ങൾക്ക് സാധിച്ചു. അച്ഛൻ്റെ ഒറ്റ ഒരാളിൻ്റെ പരിശ്രമ ഫലമാണ് എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ള 2 സഹോദരിമാർക്കും പ്രചോദനമായിട്ട് തീർന്നത്. അന്ന് ഞങ്ങൾക്ക് ജോലിക്കാരോ വേലക്കാരോ ശുശ്രൂഷകളോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം. അത് നമ്മുടെ റോയിച്ചന് ഒരു ആനിവേഴ്സറി വന്നാലോ അച്ഛന് മൈക്ക് കിട്ടിയാലോ ഉടനെ ഇതാണ് പൊക്കി പിടിച്ചത്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ആ മൈക്ക് നീ കൊണ്ടുപോകണ്ട, ഞങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ ഇനി അച്ഛൻ അത് എടുക്കണ്ടെന്ന് പറയുമായിരുന്നു. അത്രയും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഒരല്ലലും അറിയാതെ ഇവിടെ എല്ലാ പണികളും ചെയ്ത് അവരെ കുളിപ്പീര് അലക്ക് എല്ലാം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് തമ്പുരാൻ മോളിരുന്ന് കനിഞ്ഞു. ബെൻസിറ്റാമ്മയെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ആരോഗ്യപരമായ ചില കാരണങ്ങളാലാണ് ഇവിടെ നിന്ന് മാറി മഠത്തിൽ പോയി വിശ്രമിച്ച് ജീവിക്കണമെന്ന് അവരാഗ്രഹിച്ചത്. അല്ലെങ്കിൽ മരണം വരെയും ഈ മക്കളോടൊത്തായിരിക്കാനും ഇവരോടൊപ്പം കിടന്ന് മരിച്ച് സ്വർഗത്തിൽ പോകണമെന്നുമായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. അത് ഞാൻ ദൈവത്തിൻ്റെ തിരുമനസ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഇനിയും എൻ്റെ പ്രാർത്ഥനയും എല്ലാം ഈ ഭവനത്തിനും ഈ മക്കൾക്കും റോയിച്ചിനും വേണ്ടി ഞാൻ കാഴ്ചവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ദൈവവിളിയിലെ ഉൾവിളി എന്ന് പറയുക. ഒരു സന്യാസിനി തൻ്റെ ഈ ലോക ജീവിതത്തിൽ ഒരു പ്രൊഫഷൻ നടത്തിയെന്നതുകൊണ്ട് സന്യാസത്തിലേക്ക് വരുന്നില്ല. മറിച്ച് തനിക്ക് ദൈവം നൽകുന്ന ഉൾവിളി സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ സന്യാസിനി ആകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും തെളിവുമായിട്ടാണ് മാത്യുസമയെ ഞാൻ കാണുക. അപ്പോൾ ഇത് തീർച്ചയായും നമുക്കൊരു പ്രേരണയും പ്രചോദനവുമാണ്. വെറുതെ സഭാവസ്ത്രം ധരിച്ച് എങ്ങനെയും ജീവിക്കുന്നതിനേക്കാൾ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിത ശൈലിയും ജീവിതവും എന്തായെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടി മാത്യുസമയെ പോലെ ജീവിക്കുവാൻ സഭാതനയരായ നമുക്ക്, പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തിലുള്ളവർക്ക് ഒരു വലിയ മാതൃകയാണ്. ഈ മാതൃക അനുകരിക്കുവാൻ നമുക്ക് ഏവർക്ക് സാധിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും മാത്യുസമ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലേ പ്രത്യേകിച്ച് നല്ല സമ്പ്രദായം നൽകിയ അളവറ്റ നന്മകൾക്ക് ഈ അവസരത്തിൽ പൊതു സമൂഹത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നല്ലവനായ ദൈവം എല്ലാവിധ നന്മയും കൂടുതൽ ആരോഗ്യവും മാത്യുസമയ്ക്ക് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ വിശ്വാസിയും എപ്പോഴും ആശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വക്താക്കളാകണമെന്ന സഭയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് റോയി അച്ഛനിലൂടെയും ഇവിടുത്തെ ശുശ്രൂഷകരിലൂടെയും ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്.